ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒരു 7 മണി തൊട്ടിട്ട് 8 മണി വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ വിചാരിക്കുന്നത്. അങ്ങനെ പാതുട്ടിയും ഫൈഹക്കുട്ടിയൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. അവർ പോയതിന് ശേഷം ഞാൻ കുറച്ച് ക്ലീനിങ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കാറുണ്ട്. ഇന്ന് പിന്നെ കടിയായിട്ട് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു 8 മണിയൊക്കെ ആവുന്ന ഒരു ടൈമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വരുന്നതോട് കൂടിയിട്ട് തന്നെ ചൂടോടുക്കനെ കഴിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ പണികളൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റില്ല. ഒരു 9 മണി 10 മണി ആവണം പുറത്തേക്കൊന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, സാധാ പോലെ തന്നെ വെയിലാണ്, സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈമെന്ന് വെച്ചാൽ നല്ല തണവും ഉണ്ടായിരിക്കും, സൂര്യനെ ഉദിച്ച ആ ഒരു ചൂടും ഉണ്ടായിരിക്കും. ആ ടൈമിൽ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ആ തണവൊന്ന് ഒതുങ്ങി നമുക്കൊരു ചൂട് കിട്ടുമല്ലോ, ശരീരത്തിനൊരു ചൂട് പിടിക്കുന്ന സമയമല്ലേ. അങ്ങനെ തുടയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കസാരൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിടുക, ചവിട്ടിയിടുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിരുമ്പാൻ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ വാഷിംഗ് മെഷീനിൽ, അതൊക്കെ ഒന്ന് ഊരിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ വെയിലിങ്ങനെ നല്ല ഉദിച്ച് വരുന്ന ആ ഒരു ഇളം വെയിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വൈകിക്കഴിഞ്ഞാൽ പിന്നെ വെയിലായിട്ട് നമുക്ക് കഴുകാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 8 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി ഞാൻ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇനി മിക്സിയിൽ അരച്ചെടുക്കേ വേണ്ടോ, ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ദോശച്ചട്ടി വെക്കട്ടെ. ഇനി ഓരോ ദോശയായിട്ട് വേഗം ഉണ്ടാക്കിയിടാം കേട്ടോ. അപ്പോഴേക്കും കുട്ടികളൊക്കെ വരികയും ചെയ്യും. പിന്നെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ കടികളാവുമ്പോൾ പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. തലേ ദിവസം നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടൈമിൽ ഉണ്ടാക്കല്ലേ വേണ്ടോ. ദോശ ആകുമ്പോൾ പിന്നെ പറയണ്ട. ഇവിടെ പിന്നെ ചമ്മന്തി വേണ്ടോ, കറിയോ അങ്ങനെയൊന്നും ദോശയിലേക്കൊന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾ ചമ്മന്തി കഴിക്കും, ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പം തന്നെ ആ കഴിക്കുന്ന ടൈമിൽ ദോശ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അവർക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഒരു 3 എണ്ണം ഉണ്ടാക്കിയാൽ തന്നെ അവർക്കത് മതി. അപ്പോൾ അത് കഴിച്ചോളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ വാശി പിടിക്കാറുണ്ട്. ഇതന്നെ സ്കൂളിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഭയങ്കര വാശി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിൽ പാത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിമ പിടിക്കും. ചില ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പാതു അത് പറയുകയാണെങ്കിലാണ് പിന്നെ ഫൈഹയും കൂടെ അതിന് നിർബന്ധം പിടിക്കാറ് കേട്ടോ. അങ്ങനെ ഓരോ ദോശകളായിട്ട് ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെയാണ് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 8:15 എന്നുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ 8:45 സ്കൂളിലേക്ക് പോകണം. വണ്ടി 8:50 വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, സി യു.